ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കേവർക്കും വീണ്ടും വരുമെന്ന് അറിയിച്ചതവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് പാതി നോമ്പ് എന്നതാണ്. 50 നോമ്പിന്റെ 25 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ പാതി നോമ്പ് ആചരിക്കുന്നു. മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി, പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. സംഖ്യാപുസ്തകം 21 അധ്യായം 4 മുതൽ 9 വരെയുള്ള ഭാഗത്ത് ഇത് സൂചിപ്പിച്ചിരിക്കുന്നു. ഇത് പാതി നോമ്പിലെ ധ്യാന വിഷയമായിട്ട് എടുക്കുവാൻ ഉള്ള കാരണം എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ മോശ താമര സർപ്പത്തെ ഒരു കൊടിമരത്തിൽ തൂക്കി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ഈ ഗോകുൽത്ത ദേവാലയത്തിൽ സ്ഥാപിച്ചതിന് മുകളിൽ വെച്ചിരിക്കുന്ന കുരിശിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കർത്താവായ കുരിശ് ഇല്ലാത്ത ക്രിസ്തു ഇല്ലാത്ത കുരിശോ നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 3 അധ്യായം 14-15 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്ര. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 3 അധ്യായം 17 വാക്യം. എന്നാൽ മനുഷ്യന്റെ സ്വതന്ത്ര ബുദ്ധിയിൽ ഈ രക്ഷയുടെ ദാനത്തെ നിരസിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്. അതിനാൽ അവന്റെ ശിക്ഷ അവൻ ദൈവത്തിന്റെ രക്ഷാദാനത്തെ നിരസിക്കുന്നതിനാൽ സംഭവിക്കുന്നുവെന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഏതൊരു പ്രവൃത്തിയുടെയും വിജയം എന്ന് പറയുന്നത് നിരന്തരമായ വിലയിരുത്തലുകളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ പ്രവർത്തനങ്ങളുമാണ് എന്ന് നമുക്കറിയാം. ആത്മീയ ജീവിതത്തിലെ വിലയിരുത്തലുകളാണ് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത്. കഴിഞ്ഞകാല ജീവിതത്തെ മോശയുടെ 10 ന്യായപ്രമാണത്തിന്റെയും സഭയുടെ 7 കൽപ്പനയുടെയും 14 ജീവകാരുണ്യ പ്രവൃത്തികളുടെയും പശ്ചാത്തലത്തിൽ പരിശോധിക്കേണ്ടതാണ്. ആധുനിക കാലഘട്ടത്തിൽ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ ഇവ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം, അതുമൂലമുള്ള ജഡീക ചിന്തകൾ എന്നിവ വിശകലനം ചെയ്യേണ്ടതാണ്. കടന്നുപോയ 25 ദിനങ്ങളെ വിലയിരുത്തി പാതി നോമ്പിന് ശേഷമുള്ള 25 ദിവസങ്ങൾ വീഴ്ചകൂടാതെ നോമ്പ് ആചരിക്കേണ്ടതിന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നുവെന്ന് 21 വാക്യത്തിൽ ഇവിടെ പറയുന്നു. സത്യം പ്രവർത്തിക്കുന്നവൻ എന്നത് നീതിമാനെ പരാമർശിക്കുന്ന പദപ്രയോഗമാണ്. സത്യത്തോടുള്ള പ്രതികരണം നീതിമാനായവന്റെ ദൗത്യമാണ്. പാതി നോമ്പിന്റെ ദിവസം പഴയ നിയമത്തിലെ നിഴലായ മോശ ഉയർത്തിയ പിത്തള സർപ്പത്തിന് പകരം പുതിയ നിയമ പൊരുളായ സ്ലീബായെ പള്ളിയിൽ സ്ഥാപിക്കുന്നു. പിത്തള സർപ്പം കർത്താവിന്റെ ദൃഷ്ടാന്തമായതിനാൽ ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ പ്രഖ്യാപിക്കുന്നു. പാതി നോമ്പിന്റെ ദിവസം അബ്കാർ രാജാവിന്റെ ഓർമ്മയും സഭ ആചരിക്കുന്നതായിട്ട് നമുക്ക് അറിയാം. ഉറഹായിലെ രാജാവായ അക്ബർ 5-ാമൻ യേശുവിന് ഒരു കത്ത് കൊടുത്തയച്ചുവെന്ന് ക്രൈസ്തവ ലോകത്ത് ഏറെ പ്രചാരമുള്ള ഒരു വസ്തുതയാണ്. ഈ കത്ത് നിരവധി ഭാഷകളിലേക്ക് പിന്നീട് വിവർത്തനം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയുവാൻ സാധിക്കും. അക്ബർ രാജാവ് യേശുവിന് ഹനാനിയ വശം യെരൂശലേമിലേക്ക് കൊടുത്തയച്ച കത്തും യേശുവിന്റെ മറുപടി കത്തും സഭാചരിത്രകാരനായ യൂസേബിയോസും ആദായിയുടെ പഠിപ്പിക്കലുകൾ എന്ന സുറിയാനി രേഖയിലും വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അബ്കാർ രാജാവിന്റെ കത്തിന്റെ പരിഭാഷ നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ യേശു അക്ബർ രാജാവിന് എഴുതിയ മറുപടിയുടെ പരിഭാഷയും നമുക്ക് ലഭിക്കും. നാം ചരിത്രം പരിശോധിച്ചാൽ, എന്നെ കാണാതെ തന്നെ എന്നിൽ വിശ്വസിച്ച താങ്കൾ അനുഗ്രഹീതനാണ് എന്നാണ് മറുപടി കത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നെ കാണുന്നവർ എന്നിൽ വിശ്വസിക്കുകയില്ലെന്നും എന്നെ കാണാത്തവർ എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. താങ്കൾ എന്നോട് അങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് എഴുതിയതിനെ പരാമർശിച്ച്
എനിക്ക് അറിയിക്കുവാനുള്ളത്, ഞാൻ എന്തിനു വേണ്ടിയാണോ അയക്കപ്പെട്ടിട്ടുള്ളത്, അതായത് ഞാൻ പൂർത്തീകരിക്കണം. അതിനുശേഷം ഞാൻ എന്നെ അയച്ച പിതാവിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെടും. ഞാൻ കരയേറി കഴിയുമ്പോൾ എൻ്റെ ശിഷ്യന്മാരിൽ ഒരാളെ നിന്റെ അടുത്തേക്ക് അയക്കുകയും നിനക്ക് സുഖം പ്രാപിക്കത്തക്കവണ്ണം അവൻ നിന്റെ അടുത്ത് വന്ന് നിനക്ക് വേണ്ടതായ എല്ലാ നൽവരങ്ങളും തരികയും ചെയ്യും എന്ന് ഈ ചരിത്രത്തിൽ പറയുന്നു. യേശു തന്നെ തൻ്റെ ഈ സ്വർഗാരോഹണത്തിന് ശേഷം മുൻ വാഗ്ദത്തം അനുസരിച്ച് 70 അറിയിപ്പുകാരിൽ ഒരാളായ മാർത്തോമാ ശ്ലീഹായുടെ സഹോദരൻ ആദായിയെയാണ് ഉറഹായിലേക്ക് അയച്ചത് എന്ന് ചരിത്രം പറയുന്നു. പാതിനോയമ്പിന്റെ സ്ലീബ ആഘോഷം, അതായത് വടക്ക് ഭാഗത്ത് കർത്താവിനായ അബ്ഗാറിന്റെ അപേക്ഷ കേട്ട് വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അവന് സ്വസ്ഥത നൽകിയതുപോലെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതായി അക്ബർ രാജാവിനെ കുഷ്ഠരോഗത്തിൽ നിന്നും സുഖമാക്കുകയും മാമോദീസ മുക്കുകയും അദ്ദേഹത്തിന്റെ ചിലവിൽ ഉറഹായിൽ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തതായി പിന്നീട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതായി ഉറഹായിലെ ഒന്നാമത്തെ സുശേഷകനും എപ്പിസ്കോപ്പായും ആകുന്നു. ആദ്യമായി ക്രിസ്തുമതം സ്വീകരിച്ച രാജാവാണ് അക്ബർ അഞ്ചാമൻ എന്ന് പറയുന്നു. ഈ ഹനാനിയ വശം കൊടുത്തുവിട്ട കത്ത് യേശുവിന് കൊടുത്തതിന് ശേഷം അവൻ തിരികെ പോകുന്ന അവസരത്തിൽ യേശു ക്രിസ്തുവിന്റെ കയ്യിൽ നിന്നും ഒരു ഹാൻഡ് കർച്ചീഫ് യേശു ക്രിസ്തുവിന്റെ മുഖം തുടച്ചത് അവൻ തിരികെ കൊണ്ടുപോയി രാജാവിന് കൊടുക്കുകയും രാജാവ് അത് തുറന്നു നോക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മുഖം അവിടെ കാണുന്നതായും ചരിത്രകാരന്മാർ പറയുന്നു. അതായത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ അവൻ നമുക്ക് ദർശകൻ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ പരിശുദ്ധാത്മാവ് ആ രൂപത്തെ കാണുകയും നമുക്ക് അതിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഈ പാതിനോമ്പ് നമുക്ക് ഗുണകരമായി തീരട്ടെ. അതിനായി നാം ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. 25 ദിവസം നമുക്ക് നോമ്പ് നോക്കാൻ സാധിച്ചില്ല എങ്കിൽ ബാക്കി വരുന്ന ഈ 25 ദിവസം നാം മാനസാന്തരപ്പെട്ട് അവനിലേക്ക് അടുത്ത് അവൻ്റെ തൃപാദത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നാം ഒരു രൂപാന്തരം പ്രാപിച്ച് ഒരു ഇന്നേ വരെ എങ്ങനെ ജീവിച്ചോ എന്നുള്ളത് ചിന്തിക്കാതെ ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളൊരു തീരുമാനമെടുത്ത് ഈ നോമ്പ് അതിന് ഒരു കാരണമായി തീരുകയും നമ്മൾ ഒരു ആത്മീയ തീർത്ഥാടകരായി മുമ്പോട്ട് ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ നോമ്പിൻ്റെ 25ാമത്തെ ദിവസം നാം ഒരു രൂപാന്തരമായി മാറട്ടെ എന്നുകൂടി ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.